എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ജെഇഇ മെയിൻ സെഷൻ 1, സെഷൻ 2 അതുപോലെ തന്നെ ജെഇഇ അഡ്വാൻസിൻ്റെ രജിസ്ട്രേഷനുകൾ അവസാനിച്ചോ ഇല്ലയോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അടുത്ത വർഷം ജെഇഇ മെയിൻ അതുപോലെ ജെഇഇ അഡ്വാൻസ് എന്നിവയ്ക്ക് അപേക്ഷിക്കാനായിട്ട് വിദ്യാർത്ഥികൾക്ക് എപ്പോഴാണ് ഇതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വരിക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച ഈ ഒരു ജെഇഇ മെയിൻ അതുപോലെ തന്നെ ജെഇഇ അഡ്വാൻസ് എന്നിവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇത്. അപ്പോൾ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അത് കാരണം വീഡിയോ കുറച്ച് ലോങ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയത്തിലേക്ക് വരാം. ഈ വർഷത്തെ ജെഇഇ മെയിൻ്റെ രജിസ്ട്രേഷൻ അവസാനിച്ചോ എന്നുള്ളത്. അപ്പോൾ ജെഇഇ മെയിൻ്റെ സെഷൻ 1 അതുപോലെ തന്നെ സെഷൻ 2 എന്നിവയുടെ രജിസ്ട്രേഷൻ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ജെഇഇ എന്ന് പറയാം? ജെഇഇ എന്ന് പറയുമ്പോൾ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിലെ വിവിധ NIT-കൾ അതുപോലെ IIIT-കൾ അതുപോലെ IIT-കൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക്, അതായത് കേന്ദ്രത്തിൻ്റെ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ നടത്തുന്നത് ഈ ഒരു ജെഇഇ അഡ്വാൻസ്ഡ് മുഖേനയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. ജെഇഇ മെയിൻ പരീക്ഷയിൽ നിന്നും, അതായത് 2 സെഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ 2 സെഷനിൽ നിന്നും എലിജിബിൾ ആവുന്ന വിദ്യാർത്ഥികൾ ഏകദേശം 2.5 ലക്ഷം വിദ്യാർത്ഥികളെയാണ്. അത് 2.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ 2 ലക്ഷം ആണ് മാക്സിമം എടുക്കുക. അപ്പോൾ ഈ ഒരു 2 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ ഈ ഒരു ജെഇഇ അഡ്വാൻസ്ഡ് പരീക്ഷ എഴുതുന്നതിനായിട്ട് അവർക്ക് അവസരം ലഭിക്കും. അങ്ങനെ ആ ഒരു ഏകദേശം 2 ലക്ഷത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾ വീണ്ടും ഈ ഒരു ജെഇഇ അഡ്വാൻസ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ വർഷത്തെ ജെഇഇ അഡ്വാൻസ്ഡ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ വരുന്നത് ഏപ്രിൽ 23-ാം തീയതി മുതൽ ഏകദേശം മെയ് 5-ാം തീയതി വരെയാണ്. അതുപോലെ മെയ് 18-ാം തീയതിയാണ് ജെഇഇ അഡ്വാൻസ്ഡിൻ്റെ പരീക്ഷ നടക്കുക. അപ്പോൾ ഈ ഒരു ജെഇഇ അഡ്വാൻസ്ഡ് പരീക്ഷ നടത്തുന്നത് എന്തിനാണെന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജെഇഇ എന്ന് പറയുമ്പോൾ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ ഈ ഒരു ജെഇഇ മെയിൻ പരീക്ഷ നടത്തുന്നത് ഒരു സ്ക്രീനിങ് പ്രോസസ്സ് പോലെയാണ്. അതായത് ഏകദേശം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ നടത്തുന്നുണ്ടാവും, അത് പരീക്ഷ എഴുതുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും സാധാരണ ഈ ഒരു വിവിധ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ നൽകാൻ സാധിക്കത്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം ഏകദേശം അത്രത്തോളം സീറ്റിനനുസരിച്ച് മാത്രമേ, അതായത് ആ ഒരു സ്ഥാപനങ്ങളിലൊക്കെയുള്ള സീറ്റുകൾക്കനുസരിച്ച് മാത്രമേ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്നും ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജെഇഇ മെയിൻ സെഷൻ 1 അതുപോലെ തന്നെ സെഷൻ 2 എന്നിങ്ങനെയുള്ള പരീക്ഷകൾ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ നിന്നും എലിജിബിൾ ആയിട്ടുള്ള ഏകദേശം 2.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ ജെഇഇ അഡ്വാൻസ് പരീക്ഷ എഴുതുന്നതിനായിട്ട് അവർക്ക് അവസരം നൽകും. അങ്ങനെ ഈ ഒരു ഏകദേശം 2.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളിൽ നിന്നും ജെഇഇ അഡ്വാൻസ് പരീക്ഷ എഴുതിയിട്ട് എലിജിബിൾ ആവുന്ന വിദ്യാർത്ഥികളെയാണ് വിവിധ NIT-കൾ IIIT-കൾ അതുപോലെ തന്നെ IIT-കൾ എന്നിവിടങ്ങളിലേക്ക് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുക. അപ്പോൾ ഈ ഒരു ജെഇഇ അഡ്വാൻസ്ഡിൻ്റെ ആ ഒരു റാങ്ക് നോക്കിയിട്ടാണ് ഇതിലേക്കൊക്കെ അതുപോലെ തന്നെ വിവിധ കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും അഡ്മിഷൻ നൽകുന്നത്, അതുപോലെ കേന്ദ്ര സർവ്വകലാശാലകളിലൊക്കെ അഡ്മിഷൻ നൽകുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ ജെഇഇ മുഖേന നിങ്ങൾക്ക് വിവിധ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ജെഇഇയിൽ ഏതൊക്കെ സെഷനുകളിലായിട്ടാണ് പരീക്ഷ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജെഇഇക്ക് 2 സെഷനായിട്ടാണുള്ളത്. അതായത് ഒരു വർഷം 2 പരീക്ഷയാണ് ഉണ്ടാകുക. വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ 2 പരീക്ഷയുടെ, അതായത് 2 സെഷനുകളിലും രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ട്, അതായത് 2 സെഷനും 2 തവണ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ 2 സെഷനും എഴുതാം. ഇങ്ങനെ 2 സെഷൻ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഏത് സെഷനിലാണ് കൂടുതൽ മാർക്ക് കിട്ടിയത് ആ ഒരു മാർക്കാണ് നിങ്ങളുടെ മാർക്കായിട്ട്, അതായത് ജെഇഇയുടെ മാർക്കായിട്ട് പരിഗണിക്കുക. പിന്നീട് ആ ഒരു മാർക്കാണ് ജെഇഇ അഡ്വാൻസ്ഡിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക്, അതായത് ആ ഒരു എലിജിബിലിറ്റി, ആ ഒരു പരീക്ഷ എഴുതാനുള്ള എലിജിബിലിറ്റി തയ്യാറാക്കുന്നതിലേക്കായിട്ട് പരിഗണിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ലഭിച്ച ജെഇഇ മെയിനിൽ ലഭിച്ച ഏറ്റവും മികച്ച മാർക്കാണ് പരിഗണിക്കുക. ഇനി ഒരു ജെഇഇ മെയിനിൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുമെന്ന് നോക്കാം. ഓൾറെഡി അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഈ ഒരു ജെഇഇ മെയിൻ്റെ 2 സെഷനിലെയും പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് പിന്നീട് ഇതിൻ്റെ ഈ ഒരു 2 ലക്ഷം വിദ്യാർത്ഥികളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ജെഇഇ അഡ്വാൻസിന് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ വീണ്ടും ചെയ്യണം. ജെഇഇ അഡ്വാൻസിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് വീണ്ടും ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മെയ് 18-ാം തീയതി നടക്കുന്ന ഈ ഒരു ജെഇഇ അഡ്വാൻസ്ഡ് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ എഴുതി അതിൽ ക്വാളിഫൈ ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് പിന്നീട് NIT-കൾ അതുപോലെ IIIT-കൾ അതുപോലെ തന്നെ IIT-കൾ എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനം നേടാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു പരീക്ഷ കൂടി നന്നായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ ഇത്തവണ പരീക്ഷ സെഷൻ 1-ലോ മറ്റോ എഴുതിയിട്ട് പിന്നീട് അതിൽ മികച്ച മാർക്ക് കിട്ടാത്ത കാരണം വീണ്ടും അടുത്ത വർഷം പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും, എപ്പോഴാണ് രജിസ്ട്രേഷൻ ഇനി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി 2026-ലെ ജെഇഇ മെയിൻ്റെ സെഷൻ 1-ൻ്റെ രജിസ്ട്രേഷൻ വരിക ഒക്ടോബർ മാസത്തിലാണ്. അതായത് ഒക്ടോബർ മാസത്തിലാണ് രജിസ്ട്രേഷൻ വരിക. അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിൽ രജിസ്ട്രേഷൻ വന്ന് ഏകദേശം ജനുവരി മാസത്തിലാണ് പരീക്ഷ നടക്കുക. അതായത് ജെഇഇ മെയിന് 2 സെഷനാണുള്ളത്. ഒന്നാമത്തേത് ജനുവരി സെഷനും രണ്ടാമത്തേത് ഏപ്രിൽ സെഷനുമാണ് ഉണ്ടാവുക. അപ്പോൾ ജനുവരി സെഷൻ്റെ രജിസ്ട്രേഷൻ ഒക്ടോബർ മാസത്തിലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഏപ്രിൽ സെഷൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് ജനുവരി മാസത്തിലാണ് ഉണ്ടാവുക. ജനുവരി മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലായിട്ടാണ് ഈ ഒരു ജെഇഇ മെയിൻ്റെ സെഷൻ 2-ൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ സെഷൻ 1-ൻ്റെ രജിസ്ട്രേഷൻ ഒക്ടോബർ മാസത്തിലാണ്. സെഷൻ 1-ൻ്റെ രജിസ്ട്രേഷൻ ഒക്ടോബർ മാസത്തിലും അതുപോലെ തന്നെ അതിൻ്റെ പരീക്ഷ നടക്കുന്നത് ജനുവരി മാസത്തിലുമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ജെഇഇ മെയിൻ്റെ സെഷൻ 2-ൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുക ജനുവരി മാസം മുതൽ ഫെബ്രുവരി മാസം വരെയാണ്. അതുപോലെ തന്നെ അതിനുശേഷം അതിൻ്റെ പരീക്ഷ നടക്കുന്നത് ഏകദേശം ഏപ്രിൽ മാസം ആദ്യ വാരത്തോടെയാണ് പരീക്ഷ
പരീക്ഷയും ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് ഏകദേശം ഏപ്രിൽ അവസാനത്തോടെ തന്നെ അതിൻ്റെയൊക്കെ ആ ഒരു സെഷൻ 1ൻ്റെ ഓൾറെഡി ആദ്യമേ റിസൾട്ട് വരും. പിന്നീട് സെഷൻ 2ൻ്റെ റിസൾട്ട് വന്ന ശേഷം ഏകദേശം ഏപ്രിൽ മാസം അവസാനത്തോടെയാണ് JEE അഡ്വാൻസ്ഡിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുക. അപ്പോൾ അഡ്വാൻസ്ഡിൻ്റെ രജിസ്ട്രേഷൻ ഈ വർഷത്തെ രജിസ്ട്രേഷൻ ഏകദേശം ഏപ്രിൽ 23-ാം തീയതി മുതലാണ് ആരംഭിക്കുക. അതുപോലെ മെയ് 5-ാം തീയതി വരെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടാവുക. നേരത്തെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു JEE മെയിനിൽ എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു JEE അഡ്വാൻസ്ഡിൻ്റെ കാര്യമാണ്. അപ്പോൾ JEE അഡ്വാൻസ്ഡിൻ്റെ പരീക്ഷ നടക്കുന്നത് അതായത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഏകദേശം ഏപ്രിൽ 23-ാം തീയതിയാണ് ഈ വർഷത്തെ JEE അഡ്വാൻസ്ഡിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് JEE മെയിൻ സെഷൻ 1 അതുപോലെ സെഷൻ 2 എന്നിവയിൽ ഏതെങ്കിലും ഒന്നിലോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയിട്ട് ഏറ്റവും മികച്ച സ്കോർ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു JEE അഡ്വാൻസ്ഡിൻ്റെ എലിജിബിൾ ലിസ്റ്റിൽ നിങ്ങൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു JEE അഡ്വാൻസ്ഡ് പരീക്ഷയ്ക്ക് വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യുകയും ആ ഒരു പരീക്ഷ എഴുതി അതിൽ എലിജിബിൾ ആവുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിവിധ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും. അതുപോലെ JEE മെയിൻ്റെ ഈ ഒരു റാങ്കും വെച്ചിട്ടും വിവിധ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നൽകാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിലവിൽ JEE അഡ്വാൻസ്ഡിൻ്റെ ഈ വർഷത്തെ JEE അതായത് അഡ്വാൻസ്ഡിൻ്റെ പരീക്ഷ നടക്കുന്നത് ഏപ്രിൽ 23-ാം തീയതി മുതലുള്ള രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് JEE മെയിൻ്റെ സെഷൻ 1 സെഷൻ 2ൻ്റെ പരീക്ഷയൊക്കെ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു JEE അഡ്വാൻസ്ഡിൻ്റെ ഈ ഒരു പരീക്ഷ രജിസ്ട്രേഷൻ ഏപ്രിൽ 23-ാം തീയതി മുതലാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏപ്രിൽ 23-ാം തീയതി മുതൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുകയും നിങ്ങൾ അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തുകയും ചെയ്യുക. അതായത് നിങ്ങൾ ഈ ഒരു 2.5 ലക്ഷത്തിലധികം വരുന്ന ആ ഒരു വിദ്യാർത്ഥികളുടെ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ എലിജിബിൾ ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ JEE അഡ്വാൻസ്ഡ് പരീക്ഷ എഴുതുക. അതിൻ്റെ രജിസ്ട്രേഷൻ ഏപ്രിൽ 23-ാം തീയതിയാണ്. JEE അഡ്വാൻസ്ഡ് വെബ്സൈറ്റ് വഴിയാണ് ഈ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഇങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ JEE അഡ്വാൻസ്ഡ് പരീക്ഷ എഴുതാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി ഈ ഒരു JEE അഡ്വാൻസ് അതുപോലെ തന്നെ JEE മെയിൻ എന്നിവ വഴി നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ കിട്ടുക എന്ന് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് ടെക്നോളജി, അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ, ബാച്ചിലർ ഓഫ് പ്ലാനിംഗ് എന്നിവയിലാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഇതിലുള്ള പേപ്പർ 1 അതുപോലെ പേപ്പർ 2 എന്നിങ്ങനെയുണ്ട്. അപ്പോൾ പേപ്പർ 1-ൽ ഉൾപ്പെടുന്നത് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്, ബാച്ചിലർ ഓഫ് ടെക്നോളജി എന്നിവയാണ്. അതുപോലെ തന്നെ പേപ്പർ 2A-ൽ ഉൾപ്പെടുന്നത് ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ, പേപ്പർ 2B-യിൽ ഉൾപ്പെടുന്നത് ബാച്ചിലർ ഓഫ് പ്ലാനിംഗ് എന്നിവയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാം, അതായത് ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു JEE മെയിൻ്റെ ആ ഒരു അതായത് ഈ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു JEE മെയിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസും ഉണ്ടാകും. അതായത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്താണ് യോഗ്യത, എപ്പോഴാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഉണ്ടാകും. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്, ബാച്ചിലർ ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് പ്ലാനിംഗ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പരീക്ഷ എഴുതുകയാണെങ്കിൽ മെയിൽസ് കാൻഡിഡേറ്റ്സിന് അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ജനറൽ കാറ്റഗറി അതുപോലെ ജനറൽ EWS OBC അതുപോലെ SC ST PWD PWBD തേർഡ് ജെൻഡർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ട് വിവിധ ഫീസുകൾ വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഫീസ് ഇന്ത്യയിൽ വരുന്നത് 2000 രൂപയാണ്. അതായത് നിങ്ങൾ BE BTech അതുപോലെ തന്നെ BArch അതുപോലെ തന്നെ B പ്ലാനിങ് ഇവ 4 എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 2000 രൂപയാണ് ഫീസ് വരിക. ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ഫീസ് കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ചുള്ള പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നൽകുന്ന ഡീറ്റെയിൽസ് ഒന്നും തെറ്റിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ ഒരു JEE പരീക്ഷയെക്കുറിച്ച് പറയാനുള്ളത്. അതായത് നിങ്ങൾക്ക് നിലവിൽ 2025-ലെ രജിസ്ട്രേഷൻ അവസാനിച്ചു. ഇനി നടക്കാനിരിക്കുന്നത് JEE അഡ്വാൻസ്ഡ് പരീക്ഷയാണ്. JEE സെഷൻ 2-ൻ്റെ റിസൾട്ട് വന്ന ശേഷം പിന്നീട് നിങ്ങൾക്ക് JEE അഡ്വാൻസ്ഡ് പരീക്ഷ എഴുതാൻ യോഗ്യരായവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതിൽ നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ JEE അഡ്വാൻസ്ഡിൻ്റെ പരീക്ഷ എഴുതാം. അതുപോലെ തന്നെ 2026-ൽ അതായത് അടുത്ത വർഷത്തെ പരീക്ഷയുടെ രജിസ്ട്രേഷൻ വരിക ജനുവരി സെഷൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് ഏകദേശം 2025 ഒക്ടോബറിലാണ്. അതുപോലെ തന്നെ ഏപ്രിൽ സെഷൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് 2026 ജനുവരിയും ഫെബ്രുവരി മാസത്തിലുമായിട്ടാണ് രജിസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം പിന്നീട് JEE സെഷൻ 1-ലും 2-ലും നിങ്ങൾക്ക് 2 പരീക്ഷ വേണമെങ്കിലും 2 തവണ രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതാം. അതിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച സ്കോറാണ് പരിഗണിക്കുക. അതുപോലെ തന്നെ അതിൽ നിങ്ങൾ ഈ ഒരു 2 ലക്ഷം വിദ്യാർത്ഥികൾ അതായത് JEE മെയിൻ്റെ ആ ഒരു 2 സെഷനിൽ കൂടി നിങ്ങൾ എഴുതുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെഷൻ എഴുതി കഴിഞ്ഞാലോ അതിൽ നിങ്ങൾ എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 2 ലക്ഷം വിദ്യാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കുന്ന JEE അഡ്വാൻസ്ഡ് പരീക്ഷയ്ക്ക് അവസരം കിട്ടുകയും ഈ ഒരു JEE അഡ്വാൻസ്ഡിന് വീണ്ടും നിങ്ങൾ ഏകദേശം ഏപ്രിൽ മാസത്തോടെ രജിസ്ട്രേഷൻ ചെയ്യുകയും അതിനുശേഷം പിന്നീട് ആ ഒരു പരീക്ഷ എഴുതി അതിൽ എലിജിബിൾ ആവുകയാണെങ്കിൽ വിവിധ IIT-കൾ അതുപോലെ IIIT-കളിലേക്കൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുകയും ചെയ്യും. ചില സ്ഥാപനങ്ങൾ JEE-യുടെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അത് JEE മെയിൻ്റെ ആ ഒരു റാങ്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അഡ്മിഷൻ നൽകാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.